ഹലോ ഫ്രണ്ട്സ്, ദുബായ് മല്ലു വേൾഡ് വൈഡ് വൈബ്സിൻ്റെ മറ്റൊരു എക്സൈറ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വേൾഡ് യൂത്ത് ഡേ എന്ന ഇവന്റിനെ പറ്റി മുമ്പ് കേട്ടിട്ടുണ്ടോ? ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോയിൽ പ്രധാനമായും 2023 പോർച്ചുഗലിൽ നടന്ന വേൾഡ് യൂത്ത് ഡേയുടെ വിശേഷങ്ങളും അതിൽ ഞങ്ങളുടെ യാത്രാ അനുഭവങ്ങളുമാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായും കാണണേ. ഞങ്ങളുടെ വേൾഡ് യൂത്ത് ഡേ യാത്രയിൽ പോർച്ചുഗലിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു പിൽഗ്രിമേജ് ഉണ്ടായിരുന്നേ. അതിനാൽ തന്നെ ഞങ്ങൾ വത്തിക്കാനിലും റോമിലും അസീസിയിലും ലൂർദിലും ഫാത്തിമയിലും ഒക്കെ ഏകദേശം സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവസാന 7 ദിവസത്തെ വേൾഡ് യൂത്ത് ഡേ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ലിസ്ബണിലേക്ക് എത്തുന്നത്. ഞങ്ങളൊരു ഗ്രൂപ്പ് ആയിരുന്നതുകൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ ലിസ്ബണിലെത്തി. അവിടെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയായ ശേഷം ഞങ്ങളുടെ രജിസ്ട്രേഷൻ ടീം ഞങ്ങളുടെ ഫോസ്റ്റർ ഫാമിലിയിലേക്ക് എത്തിച്ചു. ഞങ്ങൾ താമസിച്ച സ്ഥലത്തിൻ്റെ പേര് ഒഡിവിലാസ് എന്നായിരുന്നേ. ഞങ്ങൾ അവിടുത്തെ 7 ദിവസം താമസിച്ചത് ഒരു അടിപൊളി പോർച്ചുഗീസ് ഫാമിലിയുടെ പോയിരുന്നേ. ജോസെ ആൻഡ് മരിയ രണ്ടുപേരും ജോബ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ലൈഫ് നന്നായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങൾ ചെന്ന ദിവസം മകൻ്റെ ഇരട്ട കുട്ടികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നേ. ജോണിനെയും ക്ലാരയെയും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വേൾഡ് യൂത്ത് ഡേയുടെ ഓപ്പണിംഗ് മാസിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. തൊട്ടടുത്ത് തന്നെയുള്ള ഒഡിവിലാസ് എന്നു പേരുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾക്ക് യാത്ര തുടരേണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് നടക്കാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേരും കൂടെ പതിയെ യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിയിൽ ലിസ്ബണിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ ഇപ്പോൾ എത്തി. ലിസ്ബണിലെ മെട്രോയും അതിൻ്റെ സിസ്റ്റവും വളരെ എഫക്റ്റീവാണ്. 4 ലൈനുകളായിട്ടാണ് മെട്രോ ഫങ്ഷൻ ചെയ്യുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ ആൻഡ് യെല്ലോ ലൈൻ. ഞങ്ങൾക്ക് യാത്ര തുടങ്ങേണ്ടത് യെല്ലോ ലൈനിലുള്ള ഒഡിവിലാസ് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ്. ഞങ്ങൾക്കെല്ലാവർക്കും യാത്ര ചെയ്യാനായിട്ട് വേൾഡ് യൂത്ത് ഡേ പാർട്ടിസിപ്പൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു യെല്ലോ കളറിലുള്ള ഒരു ഡെഡിക്കേറ്റഡ് മെട്രോ കാർഡാണ് തന്നിരിക്കുന്നത്. സിറ്റിയിലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള മെട്രോയിലുള്ള യാത്ര ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം കുട്ടിക്ക് ഉറങ്ങാനായിട്ട് ഒരു ടെൻഡൻസി, അതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോഴേക്കും ഒരു സ്പാനിഷ് കൂട്ടുകാരനെ അവർക്ക് കിട്ടി. അങ്ങനെ പോർച്ചുഗൽ മെട്രോയിൽ കിടന്നുറങ്ങി എന്നുള്ള ചീത്തപ്പേര് ഒഴിവായി കിട്ടി. വേൾഡ് യൂത്ത് ഡേയുടെ ഭാഗമായി ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് കൂപ്പൺ ഉപയോഗിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് പിസ്സ കഴിച്ചു. അതിനുശേഷം ഏകദേശം 1 കിലോമീറ്റർ നടന്ന് ഓപ്പണിംഗ് മാസ് നടക്കുന്ന ഈ ഒരു വെന്യൂവിലേക്ക് എത്തി. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെയും അവർ കടത്തിവിട്ടു. അനേകം യങ്സ്റ്റേഴ്സ് ഓൾറെഡി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ അവിടെ എൻട്രൻസിൻ്റെ ഏരിയയിൽ കുറച്ചുകൂടി സമയം ചെലവഴിച്ചു. എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള പ്ലാനിങ് എല്ലാം നടത്തി. അപ്പോഴേക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി യങ്സ്റ്റേഴ്സ് കടന്നു വരുന്നുണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടെങ്കിലും സ്പെയിനിൽ നിന്നാണ് കൂടുതൽ പേരെ ഞങ്ങൾ പരിചയപ്പെട്ടത്. അവർക്ക് ഏകദേശം 10 മുതൽ 12 മണിക്കൂർ ബസ് യാത്ര ചെയ്താൽ എത്താവുന്നതേ ഉള്ളൂ ലിസ്ബണിലേക്ക്. വളരെ വിശാലമായ ഒരു ഏരിയയാണ് ഓപ്പണിംഗ് മാസ് നടക്കുന്ന ഒരു വെന്യൂ. ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണത്. ഏകദേശം 300 to 350,000 ആളുകളെയാണ് ഈ ഒരു ഓപ്പണിംഗ് മാസിലേക്ക് പ്രതീക്ഷിക്കുന്നത്. ആളുകളുടെ ഒരു കുത്തൊഴുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞങ്ങളുടെ പോർച്ചുഗൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുമ്പായി വേൾഡ് യൂത്ത് ഡേ എന്നാൽ എന്താണ് എന്ന് ക്വിക്കായിട്ട് ഞാനൊന്ന് പറയാം. ഫ്രണ്ട്സ്, വേൾഡ് യൂത്ത് ഡേ എന്നത് ഒരു ഇന്റർനാഷണൽ കാത്തലിക് ഇവന്റ് ആണ്. പ്രധാനമായിട്ടും ലോകമെമ്പാടുമുള്ള യൂത്ത്, യങ് അഡൽട്സ് ആയിട്ടുള്ളവർ അതിൽ പങ്കെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ മാർപ്പാപ്പയും ബിഷപ്സും പ്രീസ്റ്റും നൺസും
പിന്നെ അതർ കാത്തലിക് ലീഡേഴ്സ് എല്ലാവരും കൂടി ചേരുന്ന ഒരു സമയമായിരിക്കും അത്. വേൾഡ് യൂത്ത് ഡേ എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. 1985 ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതിനുശേഷം എല്ലാ 4 വർഷം കൂടുമ്പോഴും ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ നടന്നു പോകുന്നു. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ വലിയൊരു ഏരിയയാണ് ഹോളി മാസിനായിട്ട് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ അല്പം നേരത്തെ തന്നെ എത്തിയതുകൊണ്ട് ഇവിടെ പല സ്ഥലങ്ങളും കാലിയായിട്ടാണ് കിടക്കുന്നതെങ്കിലും ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ജനനിബിഡമാവുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും മുന്നിൽ പോയിട്ട് സ്ഥാനം പിടിച്ചു. അതിനിടയിൽ ഞങ്ങളുടെ കുറച്ച് നല്ല ഫോട്ടോകളും ഞങ്ങൾ പകർത്തി. ഞങ്ങളെത്തി ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ഒത്തിരി പേര് എത്തിക്കഴിഞ്ഞു കേട്ടോ. സ്റ്റേജിൽ ബാൻഡുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം താളം ചവിട്ടിയിട്ട് യുവാക്കളും നൺസും ആഘോഷിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. അവരുടെ കയ്യിലുള്ള ഫ്ലാഗുകൾ നോക്കിയാൽ അറിയാം എത്രയധികം രാജ്യങ്ങളിൽ നിന്നാണ് യങ്സ്റ്റേഴ്സ് എത്തിയിരിക്കുന്നതെന്ന്. കാവ്യാത്മകമായി പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജനസാഗരം രൂപം കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷങ്ങളെ ശരിക്കും ആഘോഷമാക്കി മാറ്റുകയാണ് ഇവിടുത്തെ യങ്സ്റ്റേഴ്സ്. ഏകദേശം 38 ഡിഗ്രിക്ക് മേലെയാണ് ഇപ്പോഴത്തെ ലിസ്ബണിലെ ചൂട്. ഈ ചൂടൊന്നും ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനെ ബാധിക്കുന്നേയില്ല. വിവിധങ്ങളായിട്ടുള്ള കോണ്ടിനെൻറ്റുകളിൽ നിന്നുള്ളവരെ പരിചയപ്പെടാനും അവരെ അടുത്തറിയാനും ലഭിച്ച അവസരങ്ങൾ എന്നും ഒരു എൻകറേജിങ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമാണ് ഓപ്പണിംഗ് മാസിനായി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സ്റ്റേജും വെന്യൂവും എല്ലാം. എന്നാൽ അതിനേക്കാൾ മനോഹരമാണ് കടലിലെ തിരമാലയെ പോലെ ഒരു താളത്തിൽ ഒഴുകി വരുന്ന യുവാക്കളുടെ പ്രവാഹം. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാത്തലിക് ബാൻഡുകളുടെ പാട്ടുകൾക്ക് അവർ ചുവട് വെച്ച് ആസ്വദിക്കുകയായിരുന്നു. UAE നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമായിട്ട് ഒട്ടനവധി യങ്സ്റ്റേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനിടയിൽ UAE നിന്നുള്ള ജീസസ് യൂത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ബാൻഡ് അവരുടെ അടിപൊളി പാട്ടുകളുമായിട്ട് ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ ഹൃദയം കീഴടക്കി. അനേകർ അവരുടെ പാട്ടിനൊപ്പം ആടിത്തിമിർക്കുന്നുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ഏകദേശം എല്ലാ കൾച്ചേഴ്സും ഇവിടെ ഒന്നിക്കുകയാണ്. യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഒരു ബ്യൂട്ടി ശരിക്കും ഞങ്ങളത് മനസ്സിലാക്കി തന്നു. ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ എത്ര എക്സൈറ്റഡ് ആണോ അത്രയും തന്നെ എക്സൈറ്റ്മെൻറ്റ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേൾഡ് യൂത്ത് ഡേയുടെ ഓപ്പണിംഗ് മാസ് വളരെ വലിയ ഒരു അനുഭവമായിരുന്നു. ഓപ്പണിംഗ് മാസിന് ശേഷം ആ ജനത്തിരക്കിന് നടുവിലൂടെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. എന്തായാലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഇനിയും ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനുണ്ട്. വേൾഡ് യൂത്ത് ഡേയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ കാണാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോകൾ കാണാൻ മറക്കല്ലേ.